കൊച്ചിയുടെ വികസനത്തിനായി സ്ഥലം ഏറ്റെടുക്കലുകൾക്ക് നേതൃത്വം നൽകിയ ഡെപ്യൂട്ടി കളക്ടർ ആർ രമാദേവി സർവീസിൽ നിന്ന് പടിയിറങ്ങുന്നത് നിറഞ്ഞ മനസ്സോടെ. ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ വികസനത്തിനായി കുടിയിറക്കപ്പെട്ടവരുടെ പുനരധിവാസം പൂർത്തിയായതിന്റെ സന്തോഷത്തിലാണ് അവർ. വല്ലാർപാടം പദ്ധതിക്കായി കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് പകരം ഭൂമിയുടെ പട്ടയ വിതരണം ചെയ്തു. കേന്ദ്രത്തിൽ നിന്ന് പോലും പ്രഷറുള്ള സമയത്ത് ഭൂമി ഏറ്റെടുത്തു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായതുകൊണ്ട് പ്രയാസപ്പെട്ടാണെങ്കിലും അത് ചെയ്തു തീർത്തതാണ്. വല്ലാർപാടം സ്മാർട്ട് സിറ്റി ബ്രഹ്മപുരം തുടങ്ങി കൊച്ചിയുടെ വികസനത്തിനായുള്ള സ്ഥലമേറ്റലുകൾക്ക് നേതൃത്വം നൽകിയ സ്ഥലമേറ്റെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ രമാദേവിക്ക് ഓരോ കുടിയൊഴിപ്പിക്കലുകളും വേദനാജനകമായ അനുഭവമായിരുന്നു. ഉദ്യോഗസ്ഥയുടെ കാർക്കശ്യത്തിനപ്പുറം വ്യക്തിയെന്ന നിലയിൽ നോവിച്ച നിമിഷങ്ങൾ. സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ പുനരധിവാസം പൂർത്തിയാക്കി പ്രദേശവാസികളുടെ കണ്ണീരൊപ്പാനായതിന്റെ സന്തോഷത്തിലാണിവർ. സർവീസിൽ നിന്ന് വിരമിച്ചാലും സഹായവുമായി എപ്പോഴും മുൻനിരയിലുണ്ടാകുമെന്ന് ഉറപ്പു നൽകിയാണ് ഡെപ്യൂട്ടി കളക്ടർ മടങ്ങിയത്. സർക്കാർ കാര്യം മുറ പോലെയല്ലെന്ന ഭൂമി തിരിച്ചു കിട്ടിയവർ ഒരേ സ്വരത്തിൽ പറഞ്ഞതിനെക്കുറിച്ച് ഡെപ്യൂട്ടി കളക്ടറുടെ മറുപടി ഇങ്ങനെ: ഒരു ഉദ്യോഗസ്ഥനോ ചെയ്യാൻ പാടില്ല. ആ ലാസ്റ്റ് മൊമെന്റിൽ വേണം നമ്മൾ ഓഫീസിൽ വന്ന് കൃത്യമായി നമ്മുടെ ചെയ്ത് തീർക്കാനുള്ളതെല്ലാം തീർത്തിട്ട് പോവുക. പിന്നീട് ഒരിക്കൽ വന്ന് നമുക്ക് ആ കസേരയിൽ ഇരിക്കാനുള്ള അനുവാദം കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ കിട്ടുന്ന സമയം നമ്മൾ ജനങ്ങളുടെ ഒരു സഹായത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഒഴിപ്പിച്ച ഭൂമിക്ക് പകരം കൊടുക്കാനായതിന്റെ സന്തോഷമായിരുന്നു ഡെപ്യൂട്ടി കളക്ടർക്കെങ്കിൽ മരിക്കുന്നതിന് മുൻപ് സ്വന്തമായി ഒരു തുണ്ട് ഭൂമി കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു 65 മിനിറ്റ് ശ്രീദേവി അമ്മയ്ക്ക്. മരിക്കുന്നതിന് മുമ്പ് ഇതെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളൊരു വലിയൊരു ഭാഗ്യമുണ്ട്. വല്ലാർപാടം റോഡ് റെയിൽ വികസനത്തിനായി ഭൂമി വിട്ടുകൊടുത്തവരിൽ അവശേഷിച്ച 56 കുടുംബങ്ങൾക്കാണ് പട്ടയം വിതരണം ചെയ്തത്. ഏലൂർ, കടുങ്ങല്ലൂർ, ചേരാനല്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾക്ക് കാക്കനാട് തുതിയൂരിൽ 4 സെന്റ് ഭൂമി വീതമാണ് നൽകിയത്.